ഹലോ ഗൈസ്, നമുക്കിന്ന് അയില മുളകിട്ട് വെക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇത്തിരി ചെറിയ ഉള്ളി അരിഞ്ഞൂടെ വെച്ചിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ പച്ചമുളകും ഉണ്ട്. പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ. ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, കേട് വരാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ കടുക് ഇട്ടിട്ട്, കടുക് ചതച്ചത് ഇട്ടിട്ട് വെച്ചേക്കാണ്. ഇത് ഐസാണ്, അങ്ങനെ തന്നെ ഐസ് ഉരുകിയിട്ടില്ല. ഐസ് പെട്ടെന്ന് ഉരുകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കണം. കഴുകി കഷ്ണാക്കി വെച്ചതാണ്. കടുകിൻ്റെ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് കണ്ട, ഇതൊക്കെ കടുകാണ്, അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനൊരു ടൊമാറ്റോയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഒന്നും ആയിട്ടില്ല. കടുക് ചതച്ച് വെച്ചാൽ നമ്മൾ ഒരാഴ്ച വരെ ഇങ്ങനെ വെച്ചാലും ഒന്നും ആവില്ല കേട്ടോ. അപ്പം ഞാനിതാ ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് കഴുകി, നന്നായിട്ട് കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകണം കേട്ടോ. കഴുകി കഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ചതച്ചത്, പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു, പച്ചമുളക്. ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 1/4 സ്പൂൺ. മുളക് പൊടി 1 സ്പൂൺ. കുറച്ച് മീനല്ലുള്ളൂ, അപ്പോൾ അധികം ഇടില്ല. പിന്നെ പച്ചമുളക് വേണ്ടോളുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പാണ് നമുക്ക് കറിക്കൊക്കെ നല്ലത്. ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത്തിരി വാളൻപുളി പിഴിഞ്ഞ് കുടിക്കണം. അത് ഫ്രിഡ്ജിലിരിക്കാൻ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിച്ചു കേട്ടോ. നിങ്ങൾ ഒഴിക്കാൻ മറക്കണ്ട. ഇതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ അതായത് നമ്മൾ പൊടികളെല്ലാം ഇട്ടത് കണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. എന്നിട്ട് തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിക്കാനേ. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം, ഇത് ചോറ് വയ്ക്കുമ്പോൾ ഞാൻ എടുത്ത് വെച്ച വെള്ളമാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഒഴിക്കാം നമുക്കിതിൽ. ഇതിൽ ചീനച്ചട്ടിയും കഴുകി ഒഴിക്കാം നമുക്ക്. നന്നായി തിളച്ചു കേട്ടോ. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മീൻ, അയിലക്കറി മീൻ. നമുക്കിത് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി കഴിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതേപോലെ മരത്തവി കൊണ്ട്, ഇങ്ങനത്തെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ ചിരട്ടത്തവി ആയാലും കുഴപ്പമില്ല. എൻ്റെ അടുത്തൊരു ചിരട്ടത്തവി ഉണ്ട്, ഭയങ്കര വലുതാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ, അത് നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാൻ ആദ്യത്തിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തു നോക്കാം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന തന്നെയാണ്, എന്നാലും ഇതുപോലെ ചെയ്തു നോക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു. ബൈ.